അർജന്റീനയിലെ ബ്യൂണസ് എയറസിൽ നിന്നും കേരളത്തിലേക്കുള്ള എൻ്റെ നീണ്ട യാത്രയാണ്. ഒരു ദുരിത യാത്രയാണ്. സാധാരണ രീതിയിൽ 32 മണിക്കൂർ എടുക്കുന്ന ഈ ഒരു യാത്ര ഞാൻ പൂർത്തിയാക്കുന്നത് 62 മണിക്കൂർ എടുത്തിട്ടാണ്. ബ്യൂണസ് എയറസിൽ നിന്നും ബ്രസീലിലേക്കും അവിടെ നിന്ന് നേരെ എത്യോപ്യയുടെ തലസ്ഥാനമായ അഡീസ് അബാബയിലേക്കും പിന്നീട് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്കുമാണ് എൻ്റെ യാത്ര. പക്ഷേ ഞാൻ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഈ യാത്രയിൽ എനിക്ക് സംഭവിച്ചത്. അങ്ങനെ സമയം വൈകുന്നേരം 7 മണി. നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തി. ബ്യൂണസ് എയർസ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നോ അല്ലെങ്കിൽ ഇസൈസ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഇസൈസ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്, തിരിച്ചുള്ള ഫ്ലൈറ്റ്. ആദ്യം പോകുന്നത് ബ്രസീലിലോട്ടാണ് കേട്ടോ, പിന്നെ എത്യോപ്യ, പിന്നെ ഡൽഹി, പിന്നെ കൊച്ചി. അങ്ങനെ നല്ല നീണ്ട യാത്ര തുടങ്ങാൻ പോവാണ്. ഇത് ശരിക്കും വലിയ എയർപോർട്ടാണ് കേട്ടോ. കുറേ ടെർമിനൽ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ABCDEFGH എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ്. E വരെ ഇതാണ്, F വരെ ഇതാണ്, ഈ കാണുന്ന ഭാഗത്താണ് ABCDEF വരെ. ഇത് G തൊട്ട് അപ്പുറത്തെ ടെർമിനലാണെന്ന് പറഞ്ഞ് നമ്മുടെ അപ്പുറത്തെ ടെർമിനലാണ്. പോയി നോക്കാം. ഞാൻ വന്നത് ഇതിൽ അതേ ഈ സ്ഥലം ഇവിടെയാണ് ഞാൻ വന്നിറങ്ങിയത്. അറൈവല് ഇവിടെ നിന്നാണ് ഞാൻ ടാക്സി വിളിച്ച് കയറി പോയത്. അങ്ങനെ നമ്മുടെ ആ ഒരു സെക്ടർ കണ്ടുപിടിച്ചു. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സെക്ടർ G ആണെന്ന് ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കാനുണ്ടായി. അങ്ങനെയാണ് ഇത് മനസ്സിലായത്. അങ്ങനെ നമ്മളത് തപ്പി ജിയുടെ അവിടെ വന്നു. ഇത് നമ്മൾ വന്നിറങ്ങിയ ഭാഗം തന്നെയാണ് കേട്ടോ. ഇത് തന്നെ സമ്മതം എത്യോപ്യൻ എയർലൈനാണ് നമ്മുടെ ഫ്ലൈറ്റ്. അയ്യോ നല്ല ക്യൂ ആണല്ലോ. അയ്യോ ഇത്രയും ക്യൂ ഉണ്ടോ? നമ്മുടെ ഫ്ലൈറ്റ് നല്ല ലോങ് അല്ലേ, കുറേ സമയം എടുക്കുമല്ലോ. പല എയർപോർട്ടുകൾ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മൊത്തം ചുറ്റാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വിലയുണ്ട്. 12,500 പെസോ, ഏതാണ്ട് ഒരു 1,200 രൂപ ആ ഒരു റേറ്റ് വരും. പക്ഷെ നല്ലതാ. ബാഗ് വൃത്തിയായിട്ട് നാട്ടിലെത്തുമല്ലോ. ഇത്രയും ലോങ് ആയതുകൊണ്ടാണ് ഞാൻ ചുറ്റണം, അല്ലെങ്കിൽ ഞാൻ ചുറ്റൊന്നുമില്ല. ഇവിടെ നല്ല നീണ്ട ക്യൂ ആയിരുന്നു ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടൊക്കെ കാണിച്ച് സാധനം കിട്ടി. ഇവിടെ പാസ്പോർട്ട് കൊടുത്ത് നമ്മൾ കൗണ്ടറിൽ ചെല്ലുമ്പോൾ ആ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഒരാൾ വന്ന് ചെക്ക് ചെയ്യും. അപ്പോഴും ചോദിച്ചു യെല്ലോ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്. ഞാൻ ഓൾറെഡി പണ്ടേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എത്യോപ്യ പോകാനായിട്ട് പണ്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പോൾ എടുത്തതാണ്. പിന്നെ അർജൻറ്റീന, ബൊളീവിയ, ഈ സൗത്ത് അമേരിക്ക വരുമ്പോൾ, അതുപോലെ ആഫ്രിക്കൻ കൺട്രിയിലൊക്കെ പോകുമ്പോൾ യെല്ലോ വാക്സിൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അതെടുക്കണം. അത് നമ്മുടെ കൊച്ചിയിലുണ്ട്, പിന്നെ ഐലൻഡിലുണ്ട്. കൊച്ചിയിൽ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ ഐലൻഡിലുണ്ട്, വില്ലിംഗ്ടൺ ഐലൻഡിൽ അവിടെ ഉണ്ട്. ഞാനപ്പോൾ എയർപോർട്ടിൽ പോയി എടുത്തായിരുന്നു. പണ്ട് കുറേ ആളും എടുത്താണ്. പക്ഷെ അതിപ്പോൾ ചോദിച്ചു, 2 തവണ ചോദിച്ചു അതുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യയിലോട്ടല്ലേ പോകണം, അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. പക്ഷേ അതെ, പക്ഷെ അത് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ എന്തായാലും യെല്ലോ വാക്സിൻ എടുത്തിരിക്കണം കേട്ടോ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. നമുക്ക് 3 ബോർഡിംഗ് പാസും തന്നിട്ടുണ്ട്. കൊച്ചി വരെയുള്ള ബോർഡിംഗ് പാസ് ഉണ്ട്. പക്ഷേ ഡൽഹിയിൽ നിന്ന് എനിക്ക് ബാഗ് എടുക്കണം. എൻ്റെ ബാഗ് ഡൽഹി വരെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടി തരപ്പറ കണക്കാണ്. നമ്മുടെ സമയമായിട്ടുണ്ട്, ബോർഡിംഗ് ടൈം ആയിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. നമ്മുടെ ഒരു സാധനം ഇറക്കി പുറത്ത് വെക്കണ്ട, അതായത് എല്ലാ സാധനം എടുത്ത് വലിച്ചു വാരി പുറത്തിടണം. ഇവിടെയൊന്നും അങ്ങനത്തെ ആവശ്യം പോലും ഇല്ല. ജസ്റ്റ് ബാഗ് അങ്ങ് വെക്കുക, അതങ്ങ് സ്കാൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും അരിച്ച് പുറക്കും വരും. അത് കാണാൻ പറ്റുമായിരിക്കും, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. നമ്മുടെ ഇവിടേക്ക് എന്നാണ് അവന് ഇങ്ങനത്തെ അപ്ഡേറ്റൊക്കെ വരുന്നത് ദൈവത്തിനറിയാം. അതൊക്കെ ഒന്ന് വന്നേച്ചെങ്കിൽ നല്ലതായിരുന്നു. അതൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പല രാജ്യങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലാവണം. നമ്മളവിടെ ഇപ്പോഴും അതൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. എന്തായാലും അർജൻറ്റീന എന്ന് പറയുന്നത് ഒരു വികസ്വര രാജ്യം, ഒരു ഡെവലപ്ഡ് കൺട്രി എന്നല്ല, സാധാരണ കൺട്രിയാണ്. പക്ഷേ ഇവിടെ പോലും എയർപോർട്ടിൽ എല്ലാ സാധനങ്ങളും അപ്ഡേറ്റഡ് ആണ്. ടാക്സ് ആൻഡ് ഡ്യൂട്ടി ഫ്രീ ഇവിടെയും മറ്റേ പരിപാടി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ടാക്സ് തിരിച്ചു കിട്ടും. നമ്മൾ ടൂറിസ്റ്റ് വിസയാണല്ലോ. അപ്പോൾ എൻ്റെ ഗേറ്റ് 9 ആണ്. 9 ഇനിയും മുന്നോട്ട് പോകണം. ഇത് അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതേ കിടക്കുന്ന നമ്മുടെ ഫ്ലൈറ്റിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചല്ലോ. സെയിം ഫ്ലൈറ്റ് തന്നെയാണ് എത്യോപ്യൻ എയർലൈൻസ്. ഞാൻ സീറ്റ് ബുക്ക് ചെയ്തതിൽ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് മിഡിൽ സീറ്റായി പോയി. ഞാൻ ഒരിക്കലും മിഡിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സീറ്റ് സെലക്ട് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ, പക്ഷേ മിഡിലാണ് ഇപ്പോൾ കിട്ടിയേക്കണം. ഇനി ഇവർ മാറ്റിയതാണോ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കാരണം ഇത് ലോങ് ഫ്ലൈറ്റാണ്. 10, 18 അല്ല 22 മണിക്കൂർ ഇരിക്കേണ്ട ഫ്ലൈറ്റാണ്. ഞാൻ ഈ ഫ്രണ്ടിലെ സീറ്റ് എങ്ങാണ്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. മാറിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ മാറിപ്പോയതാണോ ഇവർ മാറ്റിയതാണോ എന്താണെന്നറിയത്തില്ല. എന്തായാലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അടുക്കായി പോയി, കുഴപ്പമില്ല. തിരക്ക് ബ്രസീൽ വരെ കുറച്ച് തിരക്കുണ്ടാവും. അതേ മിക്കവാറും കാലിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാറിയൊക്കെ ഇരിക്കാൻ നൈസായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ പയ്യെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അർജൻറ്റീന യാത്ര, നമ്മുടെ അന്റാർട്ടിക്കൻ യാത്രയുടെ
കണ്ടിന്യൂഷൻ വീഡിയോ ആണല്ലോ. അപ്പോൾ വലിയൊരു യാത്ര നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ല. അതുകൊണ്ട് ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ മൂടൊന്നുമില്ല, പക്ഷേ ലാസ്റ്റ് സീനൊക്കെ കാണിക്കണ്ടേ. നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു കൊച്ചിനെ വേർവിട്ട് പിരിയുന്ന പോലെയൊക്കെ തോന്നണം. അപ്പോൾ നമ്മുടെ ഫോണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു. ഫോണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള സാധനമാണ്. എനിക്ക് നമ്മുടെ ക്യാമറയൊക്കെ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ക്യാമറയൊക്കെ ഞാൻ വിറ്റിട്ട് പോലില്ല, എൻ്റെ കയ്യിലുണ്ട്. G7X ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച G7X, അതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ GoPro 8 അതൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അതൊന്നും ഞാൻ വിൽക്കുക പോലും ഇല്ല, കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള സാധനമാണ്. അതൊരിക്കലും ഞാൻ കൊടുക്കുകയില്ല. അപ്പോൾ അതേപോലെ ഒരു ഫോണായിരുന്നു ഇത്. ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളും നമ്മൾ ഷൂട്ട് ചെയ്ത iPhone 14 Pro Max ആയിരുന്നു കേട്ടോ മോഡല്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. അത് എവിടെയുണ്ടെന്ന് അറിയാം, പക്ഷെ പോയി എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടുത്തെ പോലീസുകാരുടെ നമ്പർ കിട്ടി, ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതാണ് ലൊക്കേഷൻ, പറ്റുമെങ്കിൽ പോയി എടുത്ത് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അർജൻറ്റീന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ അയക്കണം. ഞാനിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് അയക്കണുള്ളൂ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, അർജൻറ്റീനയിൽ ഇന്ത്യൻ എംബസി, ഇന്ത്യയിലെ അർജൻറ്റീന എംബസി, അങ്ങനെ നാട്ടുകാർ മൊത്തം അറിയിക്കും ഞാൻ. അപ്പോൾ ഫോൺ പോയ വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊന്ന് നഷ്ടപ്പെട്ടാൽ വേറെ ഏതെങ്കിലും വഴിക്ക് എന്തെങ്കിലുമൊക്കെ വരും, എന്നാലും പോയി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയൊക്കെയാണ്. ഇനി 10-22 മണിക്കൂർ. ഇനി ആദ്യം പോയി ഇറങ്ങുന്നത് ബ്രസീലിലായിരിക്കും. ഒരു 4 മണിക്കൂർ ബ്രസീലിലോട്ട് യാത്ര, സാവോപോളോ. അവിടെ നിന്ന് പിന്നെ നേരെ അഡീസ് അബാബ. പിന്നെ അഡീസ് അബാബിന് 2 മണിക്കൂർ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് മാറിക്കയറണം. അഡീസ് അബാബ ടു ഡൽഹി 6 മണിക്കൂർ. ഡൽഹി ചെന്ന് നമ്മുടെ ബാഗ് എടുക്കണം. പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലോട്ട് നമ്മുടെ യാത്ര അങ്ങനെ അവസാനിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാഗ് കയറ്റി വിട്ടപ്പോൾ എനിക്ക് ബ്യൂണസ് എയർസിൽ കിട്ടി. പക്ഷെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഡൽഹി വരെ ബാഗുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. യെസ്, അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ യാത്ര പോകുന്നു. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ക്ലിപ്പായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കുന്നു. അർജൻറ്റീന യാത്രകൾ പിന്നീട് എപ്പോഴെങ്കിലും വരാം. സൗത്ത് അമേരിക്ക കുറേ രാജ്യങ്ങൾ കാണാനുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും സാഹചര്യം അനുസരിച്ച് വരാം. അതെ, വേറെ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ എയർ ഹോസ്റ്റിനോട് ചോദിച്ചു സീറ്റൊന്ന് മാറിയിരിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ ഇരുന്നോ, നിങ്ങൾക്ക് എനി വേറുന്നു എവിടെ വേണമെങ്കിൽ ഇരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ പ്രശ്നമില്ല. ആകെയുള്ള പ്രശ്നം സാവോപോളോന്ന് വേറെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ആ സീറ്റിൽ വന്നാൽ മാറി കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഞാൻ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങണമല്ലോ, അപ്പോൾ 3 പേര് കാലിയായിട്ടുള്ള സീറ്റ് ഉണ്ടാവും. നേരെ അവിടെ പോയി ഞാൻ കിടന്ന് ഉറങ്ങാം. എന്തായാലും പുതിയ അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ബ്യൂണസ് എയർസിൽ നിന്ന് പറന്ന് ബ്രസീലിലെ സാവോപോളോ വന്നു. അവിടെ നിന്ന് എത്യോപ്യയിൽ വന്നിട്ട് ഇപ്പോൾ എത്യോപ്യയിൽ നിന്ന് ഇനി ഡൽഹിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇരിക്കുകയാണ്. ഈ ഫ്ലൈറ്റ് പോകില്ല, 2 മണിക്കൂറായിട്ട് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. 2 മണിക്കൂർ ഡിലേ ആണ്. ഒരു പണി കിട്ടിയെന്താണെന്ന് വെച്ചാൽ 2 മണിക്കൂർ എനിക്ക് ഡൽഹിയിൽ ലെയറുള്ളൂ. ഡൽഹി ചെന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ട്, എയർ ഇന്ത്യ. അത് മിസ്സാവും, അത് മിക്കവാറും പോകും. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നമ്മൾ കയറിയിരുന്നു, ഇനി ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുകയാണ്. വേറെ ഫ്ലൈറ്റ് മാറ്റാണ്. ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് കാര്യമൊന്നും പറഞ്ഞില്ല. ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങാണ്. എൻ്റെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നുള്ള മിസ്സാവും. ഞാൻ അപ്ഡേറ്റ് തരാം, എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കാം. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. പുറപ്പെടാൻ പോകുന്ന ഫ്ലൈറ്റിനകത്ത് കയറി ഇരുന്നിട്ട് 2 മണിക്കൂറിന് ശേഷം തിരിച്ചിറങ്ങുന്നു. പുതിയൊരു എക്സ്പീരിയൻസാണ്. നമ്മളെ ഫ്ലൈറ്റ് കയറിയ ടെർമിനലാണ് ആ C6, ആ ഗേറ്റിലോട്ട് തന്നെ തിരിച്ചു വന്ന് ഉണ്ട്. 4 മണിക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് റെഡിയാക്കും എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള കൊച്ചിയിലോട്ടുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോകും. എന്ത് ചെയ്യും എന്നറിയില്ല. സമയം ഇപ്പോൾ വെളുപ്പിന് 3 മണി. ഇവിടുത്തെ എത്യോപ്യൻ ടൈം 3 മണി. 11 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റാണ്. ഇതുവരെ പോയില്ല. നമുക്ക് ഫുഡൊക്കെ തന്നട്ടാ, ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ തന്നപ്പോൾ 4 മണിക്ക് ഫ്ലൈറ്റ് വരും എന്നാണ് പറയണത്. നോക്കാൻ എന്തായാലും. അങ്ങനെ 4 മണി കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായി 4 മണിക്കും ഫ്ലൈറ്റ് പോകില്ല. ഇവരിവിടെ അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിവിടെ വെച്ചൊരു മലയാളിനെ പരിചയപ്പെട്ടിട്ട്, തിരുവനന്തപുരംകാരനാണ്, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. പേര് പറഞ്ഞ് അരുൺ. ഇവരിപ്പോൾ അക്കോമഡേഷനൊക്കെ തരും എന്നാണ് പറയുന്നത്. രാവിലെ എത്ര മണിക്കാണ് ഫ്ലൈറ്റിൽ നിന്നൊന്നും അറിയാൻ പാടില്ല, പോയി നോക്കാം. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാമോ? 6 മണി, വെളുപ്പിനെ 6 മണി. നമ്മളിവിടെ വന്നത് 7:30. 7 മണിക്കൂർ എങ്ങാണ്ടും കഴിഞ്ഞു. ഫ്ലൈറ്റ് പോകേണ്ടത് 11 മണിക്കായിരുന്നു, പക്ഷെ പോയില്ല. ഇപ്പോൾ നമുക്ക് റൂമിൽ
റൂമിലോട്ട് പോകാനായിട്ടുള്ള സാധനമൊക്കെ തന്നിട്ടുണ്ട്. മനുഷ്യനെ ഉറങ്ങിയിട്ട് കിളി പോയിട്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ എവിടെ നിന്ന് വരുന്ന 18 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് 7 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ സ്റ്റാഫൊക്കെ കുറച്ച് ശോകമുണ്ട്, സർവീസൊക്കെ കണക്ക് തന്നെ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ട്രാവൽ ചെയ്തപ്പോൾ ഫ്ലൈറ്റിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര കോമഡിയാണ്, ഭയങ്കര സീനാണ്. ആൾക്കാരൊക്കെ തൂങ്ങിപ്പിടിച്ച് ഇപ്പം ഉണ്ട് ഉറക്കം. അപ്പോൾ നമുക്കിപ്പോൾ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലെ സംഭവം തന്നിട്ടുണ്ട്, ഒരു വൗച്ചർ. ഇതിന് എവിടെ കൊടുക്കും, ആര് കൊണ്ടുപോകും എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ കുറേ തവണ ചോദിക്കണം, പക്ഷേ നമുക്ക് കറക്റ്റ് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചാൽ നമുക്ക് പുറത്ത് കിടക്കണം. അപ്പോൾ ഇമിഗ്രേഷനിൽ ചെല്ലണം. ഇമിഗ്രേഷനിൽ ചെന്നിട്ടാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ. എനിക്കറിയാൻ പാടില്ല എന്താണെന്ന് നോക്കാം. ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങി. അവിടെ ഇവരൊരു സ്ലിപ്പ് തന്നിട്ടുണ്ടായി. അപ്പോൾ അത് ഇമിഗ്രേഷനിൽ കാണിച്ചപ്പോൾ സീലൊന്നും അടിച്ചില്ല കേട്ടോ. പാസ്പോർട്ട് വേറെ സീലൊന്നുമില്ല, ഇങ്ങോട്ട് കയറ്റി വിട്ട്, ഇറക്കി വിട്ട്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. നമ്മുടെ കൂടെ മറ്റേ മലയാളി ഒരാളുണ്ടല്ലോ, പുള്ളിയുടെ ബോർഡിംഗ് പാസ് ഇന്നലത്തെ ഡേറ്റാണ് ഇട്ടേക്കണം. അതായത് ഇന്നലെയാണ് നമ്മൾ പോകേണ്ടത്, ഇന്നലെ 11 മണിക്ക് രാത്രി. ആ ഡേറ്റ് ഇട്ട പുതിയ ബോർഡിംഗ് പാസ്സാണ് പുള്ളിക്ക് അടിച്ചു കൊടുത്തേക്കണം. അതുമാത്രമല്ല 2 മണിക്ക് പോകുമെന്നാണ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോവും. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കാം. പക്ഷേ മറ്റേ പുള്ളിക്ക് 2 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണ്ട. ആ ഫ്ലൈറ്റ് 9:30. നമ്മൾ 2 മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 10:30 കഴിഞ്ഞാൽ എത്തുള്ളൂ. അപ്പോൾ ആ ടിക്കറ്റ് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ വേണ്ടി പോയേക്കാം. പുള്ളിക്ക് ഇമിഗ്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം പുള്ളിക്ക് ഇന്നലത്തെ ഡേറ്റ് ഇട്ടാണ് ബോർഡിംഗ് പാസ് അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിലോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാൻ പാടില്ല. ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇത് 10 തവണ ഓരോരുത്തരുടെ പുറകെ നടന്ന് ചോദിക്കണം. അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഫുഡ് കിട്ടുമോ, വെള്ളം കിട്ടുമോ, എങ്ങനെയാണ് പോകേണ്ടത്, ഇമിഗ്രേഷനിൽ പോകണോ, ഒരു ഐഡിയ ഇല്ല. ഇത് 10,000 തവണ പലരോടും ചോദിച്ചിട്ടാണ് മനസ്സിലാക്കണം. നല്ല കൂറ സർവീസാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പാസഞ്ചേഴ്സിനോടൊക്കെ ചിലരോടൊക്കെ സംസാരിക്കുന്നത് കേൾക്കണം. ഇവർ ഭയങ്കര മോശമായിട്ട് സംസാരിക്കണം. വേറെ കോമഡി ഉണ്ട്. ഇപ്പം ഞാൻ ഒറ്റ ടിക്കറ്റ് ആയതുകൊണ്ട്, ഞാനിത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്താൽ, ഒറ്റ ടിക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് കൊച്ചിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് തന്നു. പക്ഷെ ചിലവർക്ക് ഡൽഹി വരെ കൊടുത്തുള്ളൂ. അവിടെ നിന്ന് കണക്റ്റിങ് ചെയ്ത് പോകേണ്ട ആൾക്കാരുണ്ട്, ധാക്കയിലോട്ട് പോകണവരുണ്ട്, പിന്നെ ചിലവർ ഹൈദരാബാദ് ചെന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ പല സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അതൊന്നും എടുത്തു കൊടുത്തില്ല. അവർ പറഞ്ഞ ഒരേ ടിക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവർ കൊടുക്കുള്ളൂ. അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ പേര് അങ്ങനെ പ്രശ്നം. മൊത്തത്തിൽ സീനാണ്. എത്യോപ്യൻ എയർലൈൻസ് ഇത് ആക്ച്വലി ഇവർക്ക് മാനേജ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞൂടാ മാനേജ് എങ്ങനെയാണ് സംഭവം എന്ന് അറിയില്ല. 10,000 തവണ ചോദിക്കണം എന്താ ചെയ്യേണ്ടത്, എവിടെ പോകണം. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം എത്ര, 6:30 ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ് എന്നാണ് പറയണത്. അത് പോവില്ല എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഹോട്ടലിൽ പോയി റെസ്റ്റ് ചെയ്യാൻ, അവിടെ ചെന്ന് ഫുഡൊക്കെ കിട്ടുമോ അദ്ദേഹത്തിന് അറിയാം. പിന്നെ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ തന്നെയാണ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് 3 പേരോട് ചോദിച്ചിട്ടാണ് മനസ്സിലായത്. ലഗേജ് ഇവിടെ തന്നെ ഉണ്ട്, അത് അവർ ഇവിടെ കീപ്പ് ചെയ്യും. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ലഗേജ് മാത്രമായിട്ട് ഹോട്ടലിലോട്ട് പോകുന്നു. ഈ ഹോട്ടലിൽ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഇവരുടെ സ്റ്റാഫോ തേങ്ങാക്കോലെ ഒരു ആരുമില്ല. ഹോട്ടലിൽ ഇനി മറ്റേ അവനും കൂടി വരട്ടെ, എന്നിട്ട് വേണം ഒന്ന് അന്വേഷിക്കാൻ. ഇപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ പുറത്ത് ഷട്ടിൽ ബസ് ഉണ്ടെന്ന്. ഞാൻ ഷട്ടിൽ ബസ് ഹോട്ടലിലോട്ടാണ്, എനിക്കറിയാൻ പാടില്ല. നോക്കാം. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് എത്യോപ്യ കാണാൻ പോവാണ്. നമ്മൾ എത്യോപ്യ ഇറങ്ങിയിട്ട് അതേ കാല് കുത്തി, പാസ്പോർട്ടിൽ സീലൊന്നും വന്നില്ലെന്നുള്ളൂ. ഇപ്പോൾ സമയം എത്ര മണി, 6:45. ഇതേ വൻ കോമഡിയാണ്. പുറത്ത് ബസ് വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്, ബസ് വരും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതാണെന്ന് തോന്നണം. എവിടെ ബസ് വരും, എവിടെ പോയി കയറും ഒന്നും അറിയാൻ പാടില്ല. അവിടെ ഒരു ബസ് ഉണ്ട്, അതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കണം. നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോളാം. പക്ഷേ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് ജൂപ്പിറ്റർ എന്നാണ്. ഇത് സ്കൈലൈറ്റ് ഹോട്ടൽ എന്നാണ് എഴുതിയേക്കണം. ഞാനേ ഇവിടെ വന്നത് 7:30 ഇന്നലെ രാത്രി. ഇപ്പോൾ 11 മണിക്കൂർ കഴിഞ്ഞ്. അതാണ് അവസ്ഥ. ചേഞ്ച് ചെയ്താ ജൂപ്പിറ്റർ അല്ലേ? അതും ഹോട്ടൽ മാറ്റിയത് ഇപ്പോഴാണ് അറിയണം. അതെ, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ അവര് വെട്ടി ഇത് മാറ്റി. ഇതാണ് അഡീസ് അബാബ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ അഡീസ് അബാബ എന്ന് പറയുന്നത് എത്യോപ്യയുടെ ക്യാപിറ്റലാണ് കേട്ടോ. ഡിപ്ലോമാറ്റിക് ക്യാപിറ്റൽ ഓഫ് ആഫ്രിക്ക എന്നാണ് ഈ അഡീസ് അബാബ അറിയപ്പെടുന്നത് തന്നെ. അതായത് ഈ ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിലോട്ടും അതുപോലെ മിഡിൽ ഈസ്റ്റിലോട്ടും പിന്നെ എനിക്ക് തോന്നുന്നു യൂറോപ്പിലോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തേക്കും ഈ എത്യോപ്യയിലെ ഈ അഡീസ് അബാബ വഴിയാണ് കേട്ടോ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ മെയിൻ ഒരു സെൻറ്റർ അത്. അങ്ങനെ നമ്മൾ ഇന്ന് താമസിക്കുന്നില്ല,
കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും എത്യോപ്യൻ എയർലൈൻസിൻ്റെ തന്നെ ഹോട്ടലാണ് കേട്ടോ, തൊട്ടടുത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ. ഹോട്ടലിൽ വന്നു, ആദ്യം തന്നെ റൂമിലോട്ടൊന്നുമല്ല പോയത്, നേരെ ഇങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഇവിടെ ഫുഡ് ഉണ്ടത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകുമായിരിക്കും, അങ്ങനെയായിരുന്നു തോന്നുന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇവിടെ ചോറൊക്കെ ഉണ്ടാവും, റൈസ്, സോസേജ്, പിന്നെ ഇതൊരു ബീഫിൻ്റെ ഐറ്റം എന്നാണ് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോയി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി സമയം എടുക്കുന്നു, റൂം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:30 ഏട്ടാ. അടിപൊളി. 12 മണിക്ക് തിരിച്ചു പോകണം. എപ്പോൾ കിടന്നുറങ്ങാൻ എനിക്കറിയാൻ പാടില്ല. ഈ ഹോട്ടലിലെ റിസപ്ഷൻ നല്ല രസമുണ്ട്, നല്ല കുറേ പതാകകൾ, എനിക്കൂടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പതാകകളാണെന്ന് തോന്നുന്നു. ഇതുണ്ട്, അവിടെയൊക്കെ ഉണ്ടാവില്ല, നല്ല രസമുണ്ട്. ഇവിടെ ഒരു ചെറിയ ഫ്ലൈറ്റൊക്കെ ഉണ്ട്. ചെക്ക് ഇൻ ചെയ്യട്ടെ, സാധനം കിട്ടട്ടെ, നോക്കാം. ഫൈനലി നമുക്ക് റൂം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ റൂം. ഇവിടെ എനിക്ക് മാത്രമായിട്ട് ഒരു റൂം വന്നിട്ടാ, അത്യാവശ്യം കിടിലൻ റൂം. അതുകൊണ്ടാ ഇത് 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണെന്ന് അറിയത്തില്ല. ടോയ്ലറ്റ് അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അഡീസാബാബ വല്ലതും കാണാൻ പറ്റുമോ നോക്കട്ടെ. മൊത്തം പൊടി പിടിച്ചിരിക്കുക, പൊടിയാണ് ഗ്ലാസ്സിൽ. നൈസായിട്ട് ഉറങ്ങിയേട്ടാ, ആ ഉറക്കപ്പിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കിടന്നുള്ളൂ, അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ അലാറം വെച്ചിട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എണീറ്റ്. പക്ഷെ ഭയങ്കര ക്ഷീണമുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു മീലിൻ്റെ വൗച്ചർ വന്നിട്ടുണ്ട്. ഇതാണ് വൗച്ചർ. ഇത് വൺ കോമഡിയാണ്. 12 മണിക്ക് നമ്മളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യും എയർപോർട്ടിലോട്ട്. ഇവിടെ മീൽസ് തുടങ്ങണ 12:30 പിന്നെ ഇതെന്ത് തേങ്ങക്കാണ് ഇത് തന്ന്. വൺ കോമഡിയാണ്. സമയം 11:30 കഴിഞ്ഞു. ഞാൻ റൂമിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഒരു മീലിൻ്റെ വൗച്ചർ വന്നിട്ടുണ്ട്, ലഞ്ചിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇത് ലഞ്ച് തുടങ്ങുന്നത് 12:30, പക്ഷെ നമുക്ക് 12 മണിക്ക് നമുക്ക് പിക്കപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണത്. ഒട്ടും കോമഡിയാണ്. എന്തോ നോക്കാം. 12 മണിയായപ്പോൾ ബസ് വന്നു, ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ബാഗ് ചെക്ക് ചെയ്യും കേട്ടോ, എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കൊണ്ടെന്ന് അറിയാനായിരിക്കും. സമയം 1:30 കഴിഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരെ ഫ്ലൈറ്റിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഊഴം വന്നപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റക്ക്. ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞ്. ഞാനുണ്ട്, ഇവനുണ്ട് കൂട്ടിന്. എവിടെ പോയാലും ഇത് തന്നെ അവസ്ഥ. നമ്മുടെ ശരിയായിട്ടില്ല, അവിടെ സ്കാൻ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ ഏറ്റവും അവസാനത്തെ പാസഞ്ചറായിട്ട് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാണ്. ആദ്യം ക്യൂ നിന്ന ആളാണ്. എല്ലാവരും കയറ്റിയിട്ടിട്ട് അവസാനം എൻ്റെ നോക്കി. നമുക്ക് പുതിയ ബോർഡിംഗ് പാസ് വന്ന്. ഞാൻ ഓൾറെഡി സീറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്, വിൻഡോ സീറ്റൊക്കെ. അതൊക്കെ മാറ്റി അവർക്ക് തോന്നിയതൊക്കെ തന്നിട്ടുണ്ട്. ഇനി വിൻഡോ സീറ്റ് എന്താ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. മൊത്തം അലമ്പാണ്ട്, പൂറ സർവീസ്, ഒന്നും പറയാനില്ല. അടുത്ത് പക്ഷെ വേറെ ഓപ്ഷനില്ല നമുക്ക് പോകാനൊക്കെ. ഇത്രയും വലിയ ലോങ് യാത്ര നിങ്ങൾക്ക് എന്തായി? ആണോ? നമ്മളെ സാധാരണ ഫ്ലൈറ്റിൽ കയറിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കയറുന്നു, അടുത്ത സ്ഥലത്ത് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഇവർ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യം നമ്മളോട് ഷെയർ ചെയ്യത്തില്ല, മറ്റേ ഒന്നും പറഞ്ഞു തരില്ല. എന്ത് ചെയ്യണം, എവിടെ പോകണം, അടുത്തത് എന്ത്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ 15.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ പറക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ത്യയിലോട്ട് ലാൻഡ് ചെയ്തൊക്കെയാണ്. ഡൽഹിയിൽ വന്നു, രാത്രി സമയം 10:30 ആയപ്പോൾ ലാൻഡ് ചെയ്തു. ഇപ്പോൾ 11:30 ആയിട്ടാ. അപ്പോൾ നമ്മൾ ആ എയറോ ബ്രിഡ്ജിൽ കൂടി അകത്തേക്ക് ടെർമിനലിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ ഇവർ ഡൊമസ്റ്റിക് പോകേണ്ടവരെ മാറ്റി നിർത്തി, ഇൻ്റർനാഷണൽ പോകേണ്ടവരെ മാറ്റി നിർത്തിയിട്ട് എയർ ഇന്ത്യയുടെ സ്റ്റാഫ്, അതിപ്പോൾ ഇവിടെ അവർ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണേ. എൻ്റെ ഈ സാധനം കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ ലിസ്റ്റിലില്ല, അവർ വേറെ ബുക്ക് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. നാളെ രാവിലെ 11:30 എനിക്ക് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ്. അതായത് ഇപ്പോൾ രാത്രി 11:30. അപ്പോൾ 12 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എയർപോർട്ടിൽ. അപ്പോൾ ഹോട്ടൽ വേണം, അതുപോലെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഹോട്ടൽ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് തർക്കം നടന്നുകൊണ്ടിരിക്കണം. എന്താവും നോക്കാം. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ഇമിഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്ട. നമ്മൾ ആദ്യം ഇന്ത്യയിൽ വന്ന് കാലുകുത്തണ ഏത് സ്ഥലത്താണോ അവിടെയാണ് ഇമിഗ്രേഷനും നമ്മുടെ ലഗേജും എടുക്കേണ്ടത്. കസ്റ്റംസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇമിഗ്രേഷനിലോട്ട് പോകാം. അതിനുശേഷം ലഗേജ് എടുക്കണം. പിന്നെ എന്നിട്ട് ഒരു ഹോട്ടൽ തരുമോ അല്ലെങ്കിൽ വേറെ ഫ്ലൈറ്റ് തരുമോ എന്നൊക്കെ നോക്കണം. ഇതേ നമ്മുടെ ബാഗുകളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കണ് സാധനം എത്തി, ഭാഗ്യം, സംഭവം വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം നമുക്ക് ഹോട്ടലും കിട്ടി. ഫ്ലൈറ്റ് നാളെ രാവിലെ 11:20.
എത്ര മണിക്കൂറാണ് ഇന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ രാവിലെ 11 എന്ന് പറയുമ്പോൾ ഏകദേശം 12 മണിക്കൂറോളം നമ്മൾ പോസ്റ്റ് ഉണ്ട് ഇവിടെ എയർപോർട്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അവർ ഈ എയർ ഇന്ത്യയുടെ ടീമുകാർ നമുക്ക് ഹോട്ടലിൽ സെറ്റ് ചെയ്ത് തന്നു. ഹോട്ടലിലോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. കുറേ പേർക്ക് ഹോട്ടലൊന്നും കൊടുത്തില്ല, കുറേ പേരെ പറഞ്ഞിട്ട് കുറേ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒച്ചപ്പാടും ബഹളവും, കുറേ പേര് വീഡിയോ എടുത്തു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടലിലോട്ട് പോവാണ്. ഡൽഹിയിലേ നല്ല തണുപ്പാണ്, ജാക്കറ്റില്ല ഒന്നുമില്ല, എല്ലാം ഈ ബാഗിലാണ്. ഇനി എടുക്കേണ്ടി വരുമെന്ന്. സമയം രാത്രി 1:30. നമ്മൾ തേരാപ്പാരയ്ക്ക് നടക്കാണ് എയർപോർട്ടിന് അതിൽ കൂടി. ഒരു ബസ്സോ വണ്ടി എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കാം എന്താണ് അവസ്ഥ എന്നറിയില്ല. എത്ര മണിക്കൂറായല്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, അല്ല അർജൻറ്റീനയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട്. ഒരുമാതിരി വൃത്തിയായിട്ട യാത്ര. സമയം വെളുപ്പിന് 2:30 കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. റാഡിസൺ ബ്ലൂ ആണ്, അതായത് എയർപോർട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നാളെ ആര് പിക്ക് ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ചോദിച്ചപ്പോൾ 8 മണിയാകുമ്പോൾ എയർപോർട്ടിൽ പോവാം എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ നടന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചോദിച്ച് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ എന്താണ് ചെക്ക് ഇൻ ചെയ്യാൻ വന്നപ്പോൾ അവരുടെ മുഖം കാണും, ഇങ്ങനെ ഇരിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നീണ്ട യാത്രയുടെ അവസാനത്തിലാണ്. ഇനിയിപ്പോൾ കൊച്ചിയിലെത്തിയിട്ട് അവസാനിപ്പിക്കണം. എന്തായാലും ഇത്രയില്ലേ, നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താൽ വീഡിയോ. ഇതിപ്പോൾ ഇനി ബാക്കിയും കൂടി പോട്ടെ. അപ്പോൾ നാളെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ പോകുമെന്ന് പറയുന്നു. ഇതാണ് റൂം കൊള്ളാട്ടോ, നല്ല റൂമല്ലേ, നൈസ് റൂമാണ്. അപ്പോൾ നേരെ ഇനി എയർപോർട്ടിലോട്ട് രാവിലെ പോവും, അതിനുശേഷം കൊച്ചിയിലോട്ട്. എന്നാൽ കൊച്ചി എത്തിയിട്ട് നിർത്താം. കൊച്ചിയുടെ ഗന്ധം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്താം. സമയം രാവിലെ 7 മണി. നമ്മൾ ഡൽഹിയിലെ റാഡിസൺ ബ്ലൂവിലാണ്. ഇവിടെയായിരുന്നു നമുക്ക് ഇന്നലെ റൂം എടുത്ത് തന്നത്. അപ്പോൾ നമ്മളിനി എയർപോർട്ടിലോട്ട് പോകാം കേട്ടോ. ഇത് കൊള്ളാട്ടോ, നല്ല രസമുള്ള ഹോട്ടലിൽ കിടില ഹോട്ടലാണ്. നല്ല ലൈറ്റുള്ള ലിഫ്റ്റ് ഒരെണ്ണം പോകുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണ്. കൊള്ളാട്ടോ. നമുക്ക് നേരെ ഇനി എയർപോർട്ടിൽ പോകാം. രാവിലെ 7 മണിക്ക് വിളിച്ചെണിപ്പിച്ചേക്കാണ്. 6 മണിക്ക് വിളിച്ചെണിപ്പിച്ചു 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം നമ്മൾ കൊച്ചിയിലേക്കുള്ള വിമാനം കയറാൻ വേണ്ടി പോവാണ്. ബ്യൂണസ് എയർവേസിൽ നിന്ന് രാത്രി 9:30 നമ്മൾ വിമാനം കയറിയത്. അത് ബ്രസീലിൽ വന്നിട്ടൊരു 1.5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം വൈകിട്ട് 7:30 നമ്മൾ എത്യോപ്യയിലെ അഡീസ് അബാബയിൽ എത്തുന്നത്. അപ്പോഴേക്കും നമ്മൾ 17.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഡീസ് അബാബയിൽ നമ്മൾ പെട്ട് കിടന്നത് ഏതാണ്ട് 23.5 മണിക്കൂറാണ്. അതിനുശേഷം പിറ്റേ ദിവസം ഉച്ചക്ക് 2 മണിക്കാണ് പിന്നെ ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അഡീസ് അബാബിൽ നിന്ന് ഡൽഹിയിലേക്ക് 6 മണിക്കൂർ ഫ്ലൈറ്റ് ജേണി ഉണ്ടായിരുന്നു. അത് ഡൽഹിയിലെത്തിയപ്പോൾ രാത്രി 10:30. പിന്നെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് അടുത്ത ദിവസം 11:30 അതുപോലെ ഡൽഹിയിൽ നമ്മൾ പെട്ട് കിടന്നത് 12 മണിക്കൂർ. പിന്നെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 മണിക്കൂർ. അപ്പോൾ കൊച്ചിയിൽ ഏതാണ്ട് ഒരു ഉച്ചക്ക് 2:30 കൂടി നമ്മൾ ലാൻഡ് ചെയ്തു. 62 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് ജേണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയ സമയം. അങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ ഒരുപാട് സമയം എടുത്താണെങ്കിലും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തി, നമ്മുടെ കൊച്ചിയിലേക്ക് തിരിച്ചെത്തി, വീട്ടിലോട്ട് എത്തി. നമ്മൾ അന്റാർട്ടിക്ക യാത്ര തുടങ്ങിയൊരു സ്ഥലമുണ്ട്. എവിടെയെന്നറിയാമോ? നമ്മുടെ കോട്ടയം കടുത്തുരുത്തിലുള്ള മാംഗോ മെഡോസിൽ. നമ്മൾ ഈ അന്റാർട്ടിക്ക യാത്ര അവസാനിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് മാംഗോ മെഡോസിലാണ്. ഇവിടെ കുറച്ച് ദിവസമൊന്നുമില്ല, 2-3 ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. എൻ്റെ ഒപ്പം വേറൊരാൾ കൂടി ഉണ്ട്. മാംഗോ മെഡോസിൻ്റെ എല്ലാമായ നമ്മുടെ കുര്യൻ സാറ്, നമ്മുടെ ഈ യാത്ര ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കുര്യൻ സാറാണ്. അപ്പോൾ താങ്ക് യു. നമ്മുടെ യാത്രയൊക്കെ നമ്മൾ തിരിച്ചെത്തി. വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പിന്നെ അന്റാർട്ടിക്ക യാത്ര മാത്രമല്ല, ഷെറിൻസിന്റെ വ്ലോഗ് യാത്രയും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഷെറിൻസ് തന്നെ എറണാകുളത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന്
അത് എന്താ പറയാ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 5 വർഷമായിട്ടാണോ? 2017 അതെ ആ കാലത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാങ്കുബ്രോസുമായിട്ട് വലിയൊരു ആത്മബന്ധം ഷിറൻസിനുണ്ട്. അപ്പൊ ഷിറൻസ് ഇപ്പോൾ വലിയൊരു എന്താ പറയാ നമ്മുടെ നീൽ ആംസ്ട്രോങ്ങോ അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ പറയാവുന്ന രീതിയിൽ ബ്ലോഗിങ്ങില് അവര് മലകയറ്റവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഇത് ചന്ദ്രനിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അന്റാർട്ടിക്ക കണ്ടുവന്ന മലയാളികളിൽ വളരെ ചുരുക്കം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ലോകസഞ്ചാരിയാണ്, അദ്ദേഹം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പോയെന്ന് പറയാവുന്നത് ഷിറൻസ് ആണ്. അത് ഒരു വലിയ സംഭവമാണ്, ഒരു ചരിത്രമാണ്. കാരണം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഇതൊരു ബ്ലോഗിംഗ് എന്ന് പറയുന്നത് ഷിറൻസിന്റെ എന്താ പറയുക ജീവിതമാർഗവും കൂടിയാണ്. അത് ഒരു പാഷനാണ്, യാത്ര ഒരു പാഷനായിട്ടാണ്. അപ്പോൾ അതിനൊപ്പം അതിനെ ജീവിതമാർഗം കൂടെ ആക്കുകയാണ് ഷിറൻസ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ലാഭകരമല്ലാത്ത 8-10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന ഒരു യാത്ര. അത് 2, 3 അല്ലെങ്കിൽ 4, 5 വീഡിയോ ആയിരിക്കും ചിലപ്പോൾ എന്നാണ് ജനറേറ്റ് ചെയ്യുക. ഒരു കാരണവശാലും കമ്പാരിഷൻ ലാഭകരമായ രീതിയിൽ നടത്താൻ പറ്റാത്തൊരു യാത്ര റിസ്ക് എടുത്ത് നടത്തി അത് നമ്മളെ കാണിക്കാൻ, നമ്മൾ മലയാളികളെ കാണിക്കാൻ. അന്റാർട്ടിക്ക എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് വിശദമായി നമുക്ക് കാണാൻ, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ. ഞാൻ ഷിറൻസ് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു, ഷിറൻസുമായിട്ട് ഞങ്ങൾ സംസാരിച്ച ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് മരങ്ങളും ചെടികളുമാണ്. അപ്പോൾ അന്റാർട്ടിക്ക കാണുന്ന ഏതെങ്കിലും ചെടിയോ മരം ഉണ്ടെങ്കിൽ കുറച്ച് പറിച്ചോണ്ട് പോരുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കുകയോ ഡീറ്റെയിൽ ഒക്കെ എടുത്തു. പക്ഷേ ഷിറൻസ് പറഞ്ഞാൽ അവിടെ ഒരു ചെടി പോലും കാണാൻ കണ്ടില്ല, കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞ്. പിന്നെ എന്താ പറയുക അവിടുത്തെ 1-2 തരം മൃഗങ്ങളും എന്തൊക്കെയാണത് നമ്മൾ മെയിനായിട്ട് തിമിംഗലവും പെൻഗിൻസ് 2 ടൈപ്പ് പെൻഗിനെ കണ്ടു, 2 ടൈപ്പ് തിമിംഗലത്തെ 2-3 പിന്നെ എന്താ ഒരു നായ ഉണ്ടല്ലോ ഈ വലിച്ചോണ്ട് പോകുന്നത്. അത് പക്ഷെ നമ്മൾ അത് മറ്റേ എക്സ്പ്രഷൻ വേണ്ടിട്ട് ഉപയോഗിക്കും, അത് അവർ കൊണ്ടുവരുന്നതാണ്. അതൊന്നും നമ്മൾ അങ്ങനെ വളരെ കുറച്ച് അതിന്റെ ഇടയ്ക്ക് വലിയ ഒരു 1,50,000 രൂപ വിലയുള്ള ഒരു വലിയ മൊബൈൽ, വില കൂടിയ ഒരു മൊബൈൽ ഷിറൻസിന്റേത് അർജന്റീനയിൽ വെച്ച് നഷ്ടപ്പെട്ടു. അർജന്റീന നമ്മള് വിചാരിക്കുന്ന ലെവലിലല്ല, അവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്നാണ്. ഭയങ്കര പാടാണ്. കയ്യിലൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചുമ്മാ ഇറങ്ങി നടക്കാം. മൊബൈലോ പേഴ്സൊക്കെ കിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ അത് പോകും. മെസ്സിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആരാധനാ പാത്രം മാത്രമല്ല, ആരാധന രാജ്യവും കൂടിയാണ്. നമ്മളെല്ലാം ആരാധിക്കുന്ന രാജ്യവും കൂടിയാണ് അർജന്റീന, ബിക്കോസ് ഓഫ് ദ ഫുട്ബോളിലെ ആ ഒരു ലെജൻസി വെച്ചിട്ട്. പക്ഷേ അവിടുത്തെ ജീവിത സാഹചര്യം നമ്മൾ എന്താ പറയുക നമ്മുടെ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു രീതിയിലും അങ്ങനെ ഒരു അനുഭവമാണ് ഷിറൻസ് എനിക്ക് കൂടുതലാണ്. ഉണ്ടായുസവും അതുപോലെ തന്നെ തോക്കായിട്ട് വരുന്ന ഭീഷണിപ്പെടുത്തി മേടിക്കാൻ സ്ഥിരം നടക്കാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ 10-12 ലക്ഷം, ഈ മൊബൈലിന്റെ വിലയും കൂടെ കൂട്ടിയാൽ 10-12 ലക്ഷം രൂപ മുടക്കി ഇത്രയും വലിയൊരു യാത്ര റിസ്ക് എടുത്ത് കപ്പലിൽ പോയി 66 ഡിഗ്രി ഭൂമിയുടെ 66 ഡിഗ്രി വരെ എത്തി തിരിച്ചു വന്ന എന്താ പറയുക ഷിറൻസിന് മാങ്കുബ്രോസിന്റെ എല്ലാവിധ ഭാവങ്ങളും ഞാനും ഒരർത്ഥത്തിൽ റിസ്ക് എടുത്ത് ചെയ്തതാണ്. മാങ്കുബ്രോസ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ആണ്. കാരണം ഇപ്പൊ ഷിറൻസ് ഇപ്പൊ ഇത്രയും രൂപ മുടക്കി ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ അതിനകത്ത് ഷിറൻസിന് അറിയാം ഒരു കാരണവശാലും എനിക്ക് ആ എമൗണ്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മാങ്കുബ്രോസും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മുടക്കിയ പൈസ ഒരിക്കലും തിരിച്ചു വരികയില്ല. പക്ഷേ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ചില എന്താ പറയുക തിരിച്ചു കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഷിറൻസിൻ്റെയും ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് ഇത് ബ്ലോഗിങ് രംഗത്ത്. അത് എന്താ പറയുക അതിലെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും. അതുപോലെ തന്നെ ഈ ഒരു വലിയ സംഭവം ഇത് ചെറിയ കാര്യമല്ല. ഇത് നമ്മൾ സാധാരണ ഒരു ബ്ലോഗിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഏത് ഘട്ടത്തിലും നമുക്കിപ്പോൾ മദ്രാസിലോ ബോംബെയിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ എവിടെ പോയി നമുക്ക് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പോകാൻ കഴിയുന്ന സ്ഥലം ജീവിതം തിരിച്ചു വരുമെന്ന് സ്ഥലമാണ്. അതായത് നമ്മൾ പോയാൽ അപകട സാധ്യത ഏതാണ്ട് 30%, 40% അപകട സാധ്യതയുള്ളൊരു ഭൂഖണ്ഡത്തിൽ, അതും ആ ഒരു ഭൂപ്രദേശത്തിൽ പോയി ഈ കാര്യങ്ങളെല്ലാം നടത്തി വരിക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതെല്ലാവരും എന്താ പറയുക എൻ്റെ ഒരു അഭ്യർത്ഥന, ഒരു അപേക്ഷയാണ്. എല്ലാവരും അത് കണ്ട് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു വലിയ അറിവായിരിക്കും. കാരണം അന്റാർട്ടിക്കയെ പറ്റി അറിയാനും അതിൻ്റെ ഡീറ്റെയിൽ അറിയാനും അങ്ങോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്നും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ എന്താണെന്നും അവിടുത്തെ ജീവിത രീതി എന്താണെന്നും അവിടെ എത്ര ആൾക്കാരുണ്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു പണ്ട്. എല്ലാവിധ ഭാവങ്ങളും ഈ ഒരു വീഡിയോ വൻ വിജയമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും മാങ്കുബ്രോസിന്റെ പ്രാർത്ഥനയും എല്ലാം ഷിറൻസിന്റെ കൂടെ ഉണ്ടാവും. നമ്മുടെ അതുപോലെ തന്നെ ഷിറൻസ് ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മുടെ മാങ്കുബ്രോസിൽ ക്ഷീണം തീർക്കാൻ പറ്റിയ സ്ഥലമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന മാങ്കുബ്രോസ് ആണ്. അത് നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ആംബിയൻസ് കാണിച്ചാൽ ഇത് കണ്ട, നമ്മളൊരു ചെറിയ ഇത് ഉണ്ടാക്കിയെടുത്ത തടാകമല്ല. അതെ അതെ ഇത് ഉണ്ടാക്കിയെടുത്ത തടാകമാണെങ്കിലും പക്ഷെ ഒറിജിനലായിട്ട് തന്നെ ഇരിക്കും. നല്ലൊരു തടാകക്കരയില്
ഈ കുടയുടെ അടിയിൽ വെള്ളമാണ്. ഓ, അതിൻ്റെ അടിയിൽ വെള്ളമാണ്. ആ, ഇതിൻ്റെ അടിയിൽ നിറച്ച് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ താമസിക്കുന്ന റൂം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇത് കണ്ട, ഇതാണ് റൂം. ഇതുണ്ട എങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കായലല്ല തടാകത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെ TV ഒക്കെ ഉണ്ട്, ഫ്രിഡ്ജും ഉണ്ട്. ലിവിംഗ് റൂമിൽ നമുക്ക് ആ മീനും കണ്ടിട്ടുള്ളതാണ്. ഇത് കണ്ട, നമുക്കേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് ഇട്ട് കൊടുക്കാം നമുക്ക് മീനുകൾക്ക്. ഇവിടെ ഇരിപ്പുണ്ടല്ലേ. വേണ്ട എൻ്റെ മോനെ. ഇതുണ്ട, അങ്ങനെ നിറച്ച് മീനുകൾ വരും ഇവിടെ. അടിപൊളിയാണ്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്, മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഞാൻ താമസിക്കുന്ന റൂം ഇതാണ്. കണ്ടോ എങ്ങനെയുണ്ട് റൂം? കിട്ടില്ല റൂം അല്ലേ, അടിപൊളിയാണ്. അതാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ AC ആണ്. ഇവിടെ ഈ ഒരു ഫോട്ടോ ഒക്കെ കണ്ടോ, നല്ല രസമല്ലേ. ഈ ആംബിയൻസായിട്ട് നല്ല മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസും കളറും പെയിൻറ്റിങ് ഒക്കെയാണ്. നല്ല രസമാണ്. നമ്മളിതുപോലെ യാത്രയൊക്കെ കഴിയുമ്പോൾ ഞാൻ എവിടെ 2-3 ദിവസം എവിടെയെങ്കിലൊക്കെ ഇതേപോലെ പോയി താമസിക്കും. ഞാനേ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടയൊക്കെ അടിച്ചായിരുന്നു. കാരണം തല മൊത്തം ഡ്രൈ ആയിട്ട് ആകെ സീനാവും. അപ്പോൾ മുട്ടയൊക്കെ അടിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പലപ്പോഴും അത് അറിയാറില്ല ആൾക്കാർ. കാരണം ഈ വീഡിയോ ഒക്കെ ഇട്ട് വരുമ്പോഴേക്കും മുടി വളരും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ കോട്ടേജ് മാത്രമല്ല കേട്ടോ, വേറെ കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. കപ്പിൾസായിട്ട് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പറ്റിയ കോട്ടേജുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഡേ വിസിറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഡേ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, മാംഗോ മെഡോസും സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് സാർ? മേക്ക് മൈ ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ. യാത്ര.com, മേക്ക് മൈ ട്രിപ്പ്, അഗോഡ എല്ലായിടത്തും ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ വേറെ സംഭവം കാണിച്ചാൽ എനിക്ക് പുറകെ കാണാൻ എന്താ പറയുക, ഗുഹ കോട്ടേജ്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് ആ കോട്ടേജിൻ്റെ മുൻഭാഗം. ഇതൊക്കെ പാറക്കഷ്ണങ്ങൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം അപ്പുറം ഇപ്പുറം ഉണ്ട്. അടിപൊളിയല്ലേ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടി നമ്മൾ റൂമിലോട്ട് പോകും. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഗുഹയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ വാതിൽ. യെസ്, ഇത് മോനെ ഇത് നോക്കിയേ, ഇതെങ്ങനെയുണ്ട്. ഗുഹയുടെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, AC ആണ് ഫുള്ള്, ഫാനൊക്കെ ഉണ്ട്, TV ഉണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ടോയ്ലറ്റാണ് തൊട്ടപ്പുറത്തുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. അടിപൊളിയല്ലേ. ഇതെന്താ സംഭവം? ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇത് ബാൽക്കണിയാണ്. ഓക്കെ, ബാൽക്കണി ഉള്ളൊരു കിഡിലൻ കോട്ടേജ് കേട്ടോ. അടിപൊളി കിഡിലൻ ആംബിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. TV ഒക്കെ കാണാം ഗുഹയുടെ ഉള്ളിൽ ഇരുന്ന്. അതാണ് നമ്മുടെ ബെഡ്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ. ഗുഹയുടെ ഉള്ളിലെ ടോയ്ലറ്റ്.